ഇന്നല്ലേ ആട്ടിറച്ചി കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഉലുവയും ജീരകവും കടുകൊക്കെ അരച്ചിട്ടുള്ള ആട്ടിറച്ചിക്കറി വളരെ ഹെൽത്തിയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പ്രസവിച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിലേക്ക് 4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുകാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഇതിലും മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 കറാമ്പൂവും ചേർത്ത് ഇത് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാനിതാ ആട്ടിറച്ചി കഴുകി വൃത്തിയാക്കിയതാണ്. ഒരു 3/4 കിലോ ആട്ടിറച്ചി ഉണ്ട്. ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഒരു 150 ഗ്രാമോളം ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് മുഴുവനായും അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും ജീരകമൊക്കെ അല്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ആട്ടിറച്ചി ഉണ്ടാക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇറച്ചി നല്ല വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, കുറച്ച് കറിയോട് കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ, വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇവയൊക്കെ ചെറുതായി അരിഞ്ഞതാണ്. ഇനി അത് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലൊരു ചെറിയൊരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ആട്ടിറച്ചിക്കറിയാണ്. നമുക്ക് വളരെ ഹെൽത്തിയായ ഒരു ആട്ടിറച്ചിക്കറിയാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. പാലുണ്ടാവാനും വയറൊക്കെ ക്ലിയർ ആവാനും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.